നന്ദു, എങ്ങനെയുണ്ട്? കൊള്ളാം. ഈ ഫ്ലോറിന് ഇത്രയും നീളമുള്ള നിലയ്ക്ക് ഇടയ്ക്ക് ഒരു പില്ലറിന്റെ ആവശ്യം ഉണ്ടാവില്ലേ? വേണ്ട, പില്ലറിന്റെ ആവശ്യമില്ല. ആ സ്ലാബിന്റെ ലോഡ് ആ ബീം താങ്ങിക്കോളും. പണ്ട് ഇവിടെ ഒരു പാടമായിരുന്നു, അതുകൊണ്ട് ഈ സ്ഥലത്ത് എർത്തത്ര നന്നായിരിക്കില്ല. അത് സാരമില്ല, ആവശ്യത്തിനുള്ള ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡെലിവറിയിലെങ്കിലും ഓപ്പൺ ചെയ്യണമെന്നാണ് ഐസക് മുതലാളി പറഞ്ഞിരിക്കുന്നത്. ആ നന്ദു, നിന്റെ ഗൾഫ് പരിപാടിയൊക്കെ ഉടമ്പടിയായി? ഒന്നും ശരിയായില്ലടേ. അടുത്ത മാസം പോകാമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ കഴിയുന്നു. ആ, അപ്പൊ നിന്റെ കാര്യം രക്ഷപ്പെട്ടു. കോളേജ് പഠിക്കുമ്പോഴുള്ള ആഗ്രഹമായിരുന്നല്ലോ ഫോറിനിൽ പോകണം. നിനക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, കാരണവന്മാര് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. എടാ, നമ്മുടെ ഗോപിയില്ലേ, അവൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ആ നാറിയുടെ കാര്യം ഒന്നും പറയണ്ട. അലവലാൽ ഒരു എഴുത്തു പോലും അയക്കില്ല. അവന്റെ കല്യാണത്തിനാണ് അവസാനമായിട്ട് ഞാൻ അവനെ കാണുന്നത്. പിന്നെ ഒരു വിവരവും ഇല്ല. എക്സ്ക്യൂസ് മീ. ആ, എന്താ ഓക്കെ, പണി തുടങ്ങിക്കോളൂ. ആ സലീം, നന്ദുവിനെ അറിയില്ലേ? മനസ്സിലായില്ല. എന്റെ കോളേജ് മേറ്റാ, ഇപ്പൊ PWD എഞ്ചിനീയറാ. ഹലോ, ഇത് സലീം, ഇവിടുത്തെ സൂപ്പർവൈസറാ. അതിലുപരി എന്റെ നൈബറാ. ഞാൻ വരട്ടെ? വരട്ടെ. ആ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. രവി, രാവിലെ ഞാൻ കളക്ടറെ അങ്ങയുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. ഉച്ച കഴിഞ്ഞ് കളക്ടറേറ്റിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. എല്ലാം ശരിയാവും തോന്നുന്നു. ആ, പിന്നെ താമസിച്ചാൻ വൈകിട്ട് വരില്ല. എന്നാ ഞാൻ പോട്ടെ. പുള്ളി ഏതാ അറിയില്ലേ? ഇതാണ് ഞങ്ങളുടെ മുതലാളി മിസ്റ്റർ ഐസക്. ഓ, ആ ശരി, അപ്പൊ ഞാൻ വരട്ടെ. ഇടക്കൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങടാവേ. നിന്നോട് ഭാര്യയും മോളെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞാനും അവളും കൂടെ വീട്ടിൽ വന്നപ്പോ നീ അവിടെ എല്ലാവരും പറഞ്ഞിട്ട് വരണ്ടേ? ആ രവി, ഇന്ദു ഫോൺ ചെയ്തിരുന്നു. മോളെ കോൺവെന്റിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് എല്ലാം പറഞ്ഞു. ആ, ഇന്ദു ഇപ്പൊ ഏത് ഹോസ്പിറ്റലിലാണ്? ഇവിടെ അടുത്ത് കുമാരൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഓഹോ. സാരമില്ല, ഇന്നലെ കുറിച്ച് തന്ന മരുന്ന് തന്നെ കഴിച്ചാൽ മതി. അഥവാ പനി കൂടുകയാണെങ്കിൽ ദാ ഈ മരുന്നൂടെ വാങ്ങി കഴിച്ചേക്കൂ. ശരി ഡോക്ടർ. എന്താ ഡോക്ടർ, പോകാറായില്ലേ? രവിയേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാനത് മറന്നു. ആ, 42-ലെ ഫാത്തിമയെ ലേബർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോംപ്ലിക്കേറ്റഡ് ആണോ? ഒന്നുമില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി. ശരി ഡോക്ടർ. ഫോൺ അടിക്കാതെ മോളെ, മോള് ചെന്ന് വിളിച്ചിട്ടോ മമ്മിയെ. ഗുഡ് ഈവനിങ് മോളെ. ആന്റി ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിനി മോളെ. ഗുഡ് ഈവനിങ് ഡോക്ടർ സാർ. ഗുഡ് ഈവനിങ്. മമ്മി എത്ര നേരമായി നോൺ അടിക്കുന്നത്? ആ, ഇപ്പൊ പോവാം മോളെ. ആ തീപ്പെട്ടി പിന്നെ എന്തൊക്കെയുണ്ട് പറയുന്നത് സാറേ? അങ്ങനെ കഴിഞ്ഞു പച്ചക്കാം. വാ മമ്മി, വേഗം വാ മമ്മി. വാ. വിട്. ഡാഡി. മമ്മി എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. അതെയോ? മിടുക്കി. എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നേ? വെയിലത്തോടി കളിച്ചോ? ഇല്ല ഡാഡി. എന്താ ഒരു ക്ഷീണം? മമ്മിയോട് എന്തെങ്കിലും ടോണിക്ക് വാങ്ങിച്ചു കഴിക്കണം. എനിക്ക് ടോണിക്കൊന്നുണ്ട്, എനിക്ക് നല്ല എനർജിയാ. നീ ആര് കിങ്കോ? ആ കടയിലോട് ഒന്ന് നിർത്തും. എന്തിനാ? എനിക്ക് 1-2 കൂട്ടം സാധനങ്ങൾ വാങ്ങിക്കാൻ. സാധനം വാങ്ങിക്കാൻ കണ്ടൊരു സമയം.
സിഗരറ്റ് വന്നോ? എത്ര വേണം? ഒരു കോട്ടൺ. ഒരു ഷേവിംഗ് ക്രീം കൂടെ താ. ഗ്രാസ്മേക്കല്ലേ? ആ, ഒരു കാഡ്ബറീസ് തരൂ. മമ്മി എനിക്കൊരു കാഡ്ബറി. വേണ്ട മോളെ, മധുരമുള്ള ഒന്നും കഴിക്കണ്ട. എന്താ ടീച്ചർ? വേണ്ടാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതിനല്ലേ ചികിത്സിക്കാൻ മമ്മിയുള്ളത്. ആ, നിനക്ക് എന്തെങ്കിലും രോഗം വന്നാൽ മമ്മിയെ ചികിത്സിക്കാൻ വേറെ ഡോക്ടറെ നോക്കണം. ഉണ്ടായി അവിടെ അക്കൗണ്ടിൽ എഴുതിക്കോളൂ. ഓ, ഇതാ മോളെ. നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ രാവിലെ ഗോപാലിനോട്ട് വാങ്ങിപ്പിച്ചാ പോരെ. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൽ. തീർത്തും തീർന്നു. ആഹാ, എന്റെ ദുശീലങ്ങളൊക്കെ അല്ല എന്റെ ഹാബിറ്റ്സ് ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ശ്രീമതിയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കൊണ്ടുപോവാ, ഞാനൊന്ന് വലിച്ച് രസിക്കട്ടെ. താങ്ക് യു. ഒന്ന് വേഗം ഇറങ്ങും മോളെ. ജമീല, സലീം വന്നില്ലേ? കുളിക്ക്. മമ്മി, എടി മമ്മിയേ, ഒന്ന് വേഗം ആവട്ടെ. ഇതാ വരുന്നു മോളെ. ഉം. കുറച്ചുകൂടി കുറച്ച്. മതി. ഡാഡി എടുത്തരാം മോളെ. ആ, വരണം വരണം. ഇന്തോ സലീം വന്നിരിക്കുന്നു. ആ സിമന്റ് പെർമിറ്റിന്റെ കോപ്പിയാ നാളെ കളക്ടർ കൊടുക്കണ്ടേ? അയ്യോ, എനിക്കൊന്നും വേണ്ട. ഈ ചായയെങ്കിലും കുടിക്കൂ. ജമീലയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇപ്പൊ ഒന്നും ജമീലക്ക് എന്ത് പറ്റി? രവിയേട്ടൻ അറിഞ്ഞില്ലേ? ഇല്ല. സലീം ബാപ്പയാകാൻ പോകുന്നു. അത് ശരി. അപ്പൊ സംഗതി കയറി കൊളുത്തിയല്ലേ? എന്നെന്ത് പറയുന്നു? അയ്യോ, ഇയാൾക്കൊന്നും അറിയില്ല. കൊച്ചുകുട്ടിയല്ലേ? ചെലവ് വേണം കേട്ടോ. ഓക്കെ. ആരും അറിയാതെ സംഗതി ഒപ്പിച്ചിട്ട്. ചേട്ടാ, കൊറേ ദിവസമായി വീട്ടിൽ പോയിട്ട്. ഞായറാഴ്ച ഒന്ന് പോകാമെന്ന് കരുതിയിരിക്കുക. 2 ദിവസം ഹോളിഡേ അല്ലേ? ഡാഡി, ഞായറാഴ്ച എന്റെ സ്കൂളിലെ ആനിവേഴ്സറിയാ. ആനിവേഴ്സറിക്കൊന്നും പോകണ്ട മോളെ, നമുക്ക് മമ്മിയുടെ വീട്ടിൽ പോവാം. വേണ്ട വേണ്ട, എനിക്ക് ആനിവേഴ്സറിക്ക് പോണം. മമ്മി ഒന്നില്ലെങ്കിലും വേണ്ട, ഡാഡി വന്നാ മതി. നിഷയുടെ ഡാൻസ് ഉണ്ട്. മോളുടെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് ഡാഡി വന്നില്ലേ പിന്നെ ആരുടെ ആനിവേഴ്സറിക്കാ ഡാഡി പോകുന്നത്? നീ പോളി അവിടെ നിന്ന്. അവളുടെ ഒരു വീട്. നല്ല ഡാഡി. ഓ, ഒരു ഡാഡിയും മോളും 2 പ്രാവശ്യമായി വീട്ടിൽ പോക്ക് മാറ്റി വെക്കുന്നു. ഓ, നിന്റെ വീട്ടിലേക്ക് അങ്ങ് പോയാലും മതി. ഇങ്ങനെ ബോറടിക്കുന്ന ഒരു പട്ടിക്കാട്. എന്നാ ഡാഡിയും മോളും കൂടെ ആനിവേഴ്സറിക്ക് പോയിക്കോ, ഞാൻ വീട്ടിൽ പോവാ. മമ്മി വെക്കോ, ഞങ്ങളില്ല അല്ലേ ഡാഡി? പിന്നല്ലാതെ. ഇവൾക്ക് ആനിവേഴ്സറി പറ്റി വല്ല വിവരം ഉണ്ടോ മോളെ? ഇവള് പള്ളിക്കുറിച്ച് പോയിട്ടില്ല. ഇവള് വെറും വ്യാജ ഡോക്ടറാ. ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ പണ്ടേ വലിയ കമ്പമായിരുന്നല്ലോ. ഡാഡി, മമ്മി എന്തിനാ ചിരിക്കുന്നത്? വെറുതെ ചിരിച്ചതാണ് മോളെ.
വെറുതെ ചിരിക്കുന്ന ഒരു പ്രാന്തമാറുന്നാ ഞങ്ങളെ മിസ് പറഞ്ഞു തന്നത്. ആ മോള് ഒന്ന് കിടന്നുറങ്ങിക്കേ. ആ വാ ഉറങ്ങി. താഴെ ഇറങ്ങി കിടക്കുമോളെ, ഇങ്ങനെ കിടന്ന ഡാഡിയുടെ നെഞ്ചു വേദനിക്കില്ലേ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവൾ അവിടെ കിടന്നാലേ ഉറങ്ങത്തുള്ളൂ. ഉറങ്ങിയില്ലേ പിന്നെ പാതിരാത്രി വരെ മനുഷ്യനിട്ട് മെനക്കെടുത്താൻ. മോളെ എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചു. ഡാഡി ആനിവേഴ്സറിക്ക് പോകുന്ന കാര്യം മറക്കരുത്. ആ വേഗം കിടന്നുറങ്ങിയാ കൊണ്ടുപോവാ. ഇറങ്ങിക്കോ. എനിക്ക് ഉറക്കം വരും. ഞാൻ ഉറങ്ങാൻ പോവാ. ഉറങ്ങും. എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ഉറങ്ങിക്കോ. നിന്നെ ഉണർത്താനല്ലേ വലിയ പാട്. എന്നെ മാത്രം ഉണക്കല്ലേ ഡാഡി? ഇതിന് ഏതു നേരം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ജമീല, വാ ചേച്ചി. അല്ല, പത്തിരി ഇറച്ചിയാണല്ലോ. രവീട്ടൻ അറിയണ്ട. രാവിലെ പോകുമ്പോഴേ രവീട്ടൻ വിളിച്ച് പറഞ്ഞതാ. ആ, രാവിലെ ജമീലയുടെ ബാപ്പ വരുന്നുണ്ടല്ലോ. ചേച്ചി ഇരിക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഈ പിൽസ് തരാനാ വന്നത്. ജമീലയ്ക്ക് ഓർമ്മയില്ലെങ്കിലും സമയത്തിന് മരുന്ന് തരേണ്ടത് ഡോക്ടറുടെ ഡ്യൂട്ടിയല്ലേ. എന്റെ പേഷ്യന്റ് ആയി പോയില്ലേ? ഇപ്പൊ ക്ഷീണമൊന്നുമില്ലല്ലോ? ഇല്ല. ദേ, 2-3 മാസം വളരെ സൂക്ഷിക്കണം. രണ്ടും കൂടെ കിടന്ന് സർക്കസ് കാണിച്ച് ഉള്ളതും കൂടെ കളയരുത്, പറഞ്ഞേക്കാം. പോ ചേച്ചി. കഴിക്കുന്നില്ലേ? ഇതൊന്ന് വലിച്ചു കേട്ട്. അല്ല, പെരുന്നാളിന് ക്ഷണിക്കാൻ ബാപ്പ വന്നിരുന്നെന്ന് കേട്ടു. വന്നിരുന്നു. നീ പോകണ്ടെന്ന് പറഞ്ഞ കാരണം ജമീല വലിയ വിഷമത്തിലാണെന്ന് എന്തു എന്നോട് പറഞ്ഞല്ലോ. അവളെങ്ങനെ പറഞ്ഞിട്ടിരിക്കും? എടാ, ഈ പെണ്ണുങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാണ്. പെരുന്നാളിനും ഉത്സവത്തിനുമൊക്കെ അവരവരെ വീടുകളിൽ പോയി ഭർത്താക്കന്മാരുടെ വീരഗാഥകളും ഒക്കെ പാടി 1-2 ദിവസം അങ്ങനെ സുഖമായിട്ട് കഴിയുക. അതൊക്കെ ഒരു സന്തോഷമല്ലേടാ? ശരിയാണ്, പക്ഷേ അവർക്കധികം ഫ്രീഡം കൊടുക്കുന്നത് നല്ലതല്ല. ആ, നിനക്കതിന്റെ സൈക്കോളജി അറിയാൻ പാടാഞ്ഞിട്ടാ. നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവും, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. അവരുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഗർഭിണിയായിരിക്കുമ്പോൾ. അല്ല, നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം ശരിക്ക് പഠിച്ചവനാ ഞാൻ. അതെനിക്ക് നേരത്തെ അറിയാലോ. എന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവൾ എന്നെ വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ള അവളെ ഞാൻ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല.